ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പോലും വലിപ്പമില്ലാത്ത ഈ ഒരു കുഞ്ഞൻ ബോർഡ് ഒരു പവർഫുൾ കമ്പ്യൂട്ടറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്ന് വിശ്വസിച്ച് പറ്റൂ. ഇതാണ് ഓറഞ്ച് പൈ 03W. ഇതൊരു സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറാണ്. ഓൾ വിന്നർ A733 ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവർ ഉള്ളതുകൊണ്ട് തന്നെ പ്രോസസ്സർ ഓവർ ഹീറ്റ് ആതിരിക്കാൻ വേണ്ടിയിട്ട് ആക്റ്റീവ് കൂളറായിട്ടാണ് ഈ ഒരു ബോർഡ് വരുന്നത്. 1 to 16 GB വരെ റാം വേരിയന്റ് വരുന്നുണ്ട്. എൻ്റെ ഇരിക്കുന്ന 6 GB റാം വേരിയന്റ് ആണ്. അതും LPDDR5 ആണ് വരുന്നത്. AI പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 3 ടോപ്പ് NPU കൊടുത്തിട്ടുണ്ട്. കണക്ടിവിറ്റി നോക്കി കഴിഞ്ഞാൽ Wi-Fi 6ഉം അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്. ഡിസ്പ്ലേ ഔട്ടിന് വേണ്ടിയിട്ട് മിനി HDMI 2.0 ആണ് വരുന്നത്. അതുപോലെ തന്നെ DSA പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. ഒന്ന് പവർ ചെയ്യാനും അടുത്ത കീബോർഡും മൗസ് പോലുള്ള ആക്സറീസ് കണക്ട് ചെയ്യാനും. അതുപോലെ തന്നെ എല്ലാ സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടർ ഉള്ള പോലെ തന്നെ ഇതിനും 40 GPIO പിൻസ് വരുന്നുണ്ട്. 2 ക്യാം പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു PCI പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു ബോർഡിൽ നിങ്ങൾക്ക് 3 OS സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഉബുണ്ടു, ഡെബിയൻ, ആൻഡ്രോയിഡ്. അതുപോലെ തന്നെ ഈ ഒരു ബോർഡിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് OS പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സോഴ്സ് കോഡും ഓറഞ്ച് പൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് പൈ 03W ഉപയോഗിച്ചുകൊണ്ട് IoT ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ചെറിയ AI പ്രോജക്റ്റിനൊക്കെ വേണ്ടി ഉപയോഗിക്കേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈബർ ടെക് ബിൽഡ് ചെയ്യാനും പോക്കറ്റ് ഹാക്കിംഗ് ലാബൊക്കെ സെറ്റ് ചെയ്യാനും ഈ ഒരു ബോർഡ് കൊണ്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ബോർഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ സൈബർ സെക്യൂരിറ്റി ലാബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാപ്ടോപ്പ് കൊണ്ടുപോകാൻ പറ്റാത്ത പല ഏരിയയിലും എനിക്ക് ഈ ഒരു ബോർഡ് ക്യാരി കൊണ്ട് വേണ്ടി പറ്റും. കാരണം ചെറിയ സൈസാണ്. അതുപോലെ തന്നെ ഒരു പവർ ബാങ്കും ഒരു ഫോണും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ലാബ് എനിക്ക് എവിടെ വേണം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചാനൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതുപോലത്തെ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്കറായിട്ട് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഫോളോ ചെയ്തു.